നമുക്ക് ഇന്ന് വെക്റ്റർ അഡീഷൻ, അതുപോലെ വെക്റ്റർ ലോ ഓഫ് ഫോഴ്സസ്, അത്രയും കാര്യങ്ങളൊന്ന് പരിചയപ്പെടാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു മാത്തമാറ്റിക്കൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അഡീഷൻ ഓഫ് വെക്റ്റർ അഡീഷനിൽ സിമ്പിൾ അഡീഷൻ ഓഫ് വെക്റ്റർ ആണ് ആദ്യം. സിമ്പിൾ അഡീഷൻ. അപ്പോൾ കൊലീനിയർ വെക്റ്റേഴ്സ് ഒരേ ലൈനിൽ ആക്ട് ചെയ്യണം. ഇഫ് ദിസ് ഈസ് എ വെക്റ്റർ ആൻഡ് ഇഫ് ദിസ് ഈസ് ബി വെക്റ്റർ. സിമ്പിൾ അഡീഷൻ ഓഫ് കൊലീനിയർ വെക്റ്റർ ആണ് സിമ്പിൾ അഡീഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. കൊലീനിയർ വെക്റ്റർ, എ വെക്റ്റർ, ബി വെക്റ്റർ. ഇതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ഏകദേശം ഒരു 4 സെന്റിമീറ്റർ, ഇത് ഏകദേശം ഒരു 6 സെന്റിമീറ്റർ ആണെങ്കിൽ ദ റിസൾട്ടന്റ് ഓഫ് ദീസ് ടു വെക്റ്റേഴ്സ് വിൽ ബി ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 10 സെന്റിമീറ്റർ. സി വെക്റ്റർ ഇസ് ദ റിസൾട്ടന്റ് ഓഫ് എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ. Similarly, if this is a vector, same. B vector, same magnitude but opposite direction. Resultant of these two vectors will be നേരത്തെ പോലെ ഇത് 6ഉം ഇത് 4ഉം ആണെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് ഓൺലി 2 സെന്റിമീറ്റർ അല്ലേ? ഇത് പഠിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ആൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലാർജസ്റ്റ് വെക്ടർ which is B vector. ഇനി അടുത്തത് ട്രയാങ്കുലർ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ ആണ്. ഈ ട്രയാങ്കുലർ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷനിൽ ഇഫ് ടു വെക്ടർ ക്വാണ്ടിറ്റീസ് can be represented as sides of a triangle like this, A vector, P vector. The resultant of these two vectors will be the third side of the triangle taken in reverse order. Third side is the resultant. Same order lalla. The origin of vector is from here and tail is here. So reverse order. So C vector is the resultant of A vector and B vector. Rational statement പറയാം. If A vector and B vector are the sides of a triangle taken in order, their resultant is the third side of the triangle taken in reverse order. According to triangular method of vector addition, if two vector quantities can be represented as sides of a triangle taken in order, their resultant is the third side of the triangle taken in reverse order. Parallelogram method of vector addition. Two vector quantities can be represented as sides of a triangle, adjacent sides of a parallelogram. If two vector quantities can be represented as adjacent sides of a parallelogram drawn from a point. Shape parallelogram, opposite sides parallel and equal shape. So A vector and B vector are the adjacent sides of a parallelogram. Then their resultant is the diagonal of the parallelogram drawn through the same point. So C vector is the resultant of A vector and B vector according to parallelogram method of vector addition. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഫോഴ്സ്. അതിൽ റിസൾട്ടന്റ് ഫോഴ്സ് വെക്ടർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെക്ടറാണ്. അപ്പോൾ വെക്ടറിന്റെ ഓൾ ലോസ് ഈസ് അപ്ലിക്കബിൾ ടു ഫോഴ്സ് ഓൾസോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ ഇഫ് എ ഈസ് എ ഫോഴ്സ് ആൻഡ് ബി ഈസ് എ ഫോഴ്സ്, റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് സി. റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് സി. ശരിയല്ല? റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് സി. Resultant force means is the net effect of all forces.
ഇപ്പോൾ ഇവിടെ ഒരു ബോഡി ഉണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ബോഡി പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നെറ്റ് ഇഫക്റ്റ് ഓഫ് ദിസ് ഫോഴ്സ് ആൻഡ് ദിസ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ദ ബോഡി ഹാസ് എ ടെൻഡൻസി ടു മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ ഓർ ഇറ്റ് മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ സി ഈസ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് എ ആൻഡ് ബി. ഇനി ഈക്വിലിബ്രിയം ഫോഴ്സ്. ഈക്വിലിബ്രിയം ഫോഴ്സ് എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ അറിയാം, ഇസ് എ ഫോഴ്സ് കീപ്സ് ദ ബോഡി ഇൻ ഈക്വിലിബ്രിയം. എ ഫോഴ്സ് കീപ്സ് ദ ബോഡി ഇൻ ഈക്വിലിബ്രിയം. അപ്പൊ ഈ ഡയഗ്രം തന്നെ എടുക്കാം. ഇതിൽ സി ഇസ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് എ ആൻഡ് ബി. എ ഫോഴ്സ് ആൻഡ് ബി ഫോഴ്സിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് ആണ് സി. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് അതേ മാഗ്നിറ്റ്യൂഡിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, സി ഡാഷ്. സോ ദാറ്റ് the body placed at O do not move, it remains at O itself, or the body is at O is in equilibrium. So C dash and C are equal in magnitude but opposite in direction. So in this, C dash is called equilibrium force. So equilibrium of a set of forces acting on a body is a force along with other forces keeps the body in equilibrium. You know the difference between resultant force and equilibrium force now. Resultant force is the net effect of all forces. Equilibrium force is a force with along with other forces keeps the body in equilibrium. The magnitude of resultant and equilibrium are same but directions are opposite. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലോ ഓഫ് ഫോഴ്സസ് ആണ്. ലോ ഓഫ് ഫോഴ്സസ് 3 ലോ പഠിക്കാനുണ്ട്. ആദ്യത്തെ ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ് ആണ്. ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ്. ഈ ഡയഗ്രത്തിൽ നമുക്ക് ട്രയാങ്കുലർ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരം ഇഫ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആർ ദ 2 sides of a triangle taken in order, their resultant vector is the third side of the triangle taken in reverse order ആവുകയാണെങ്കിൽ അത് ട്രയാങ്കുലർ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ ആണ്. ഈ ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ് ആകുമ്പോൾ ഇതിലൊരു മാറ്റം, ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ് ഒരു മാറ്റം വരുന്നത് ഇഫ് 3 forces can be represented as sides of a triangle taken in same order, so they are in equilibrium. ശരിയല്ലേ? ദിസ് ഈസ് റിസൾട്ടന്റ് ഓഫ് ദീസ് ടു. ഇവിടെയോ F3 ഈസ് ഇൻ സെയിം ഡയറക്ഷൻ ഓർ ഇൻ സെയിം ഓർഡർ. ദാറ്റ് മീൻസ് it is the equilibrium. F3 is the equilibrium. So the system is in equilibrium. Where statement prakaram, if 3 forces acting at a point are in equilibrium, they can be represented as 3 sides of a triangle taken in order. ഒരേ ഓർഡറിലുള്ള ആണെങ്കിൽ ആ ഫോഴ്സസ് 3 ഈക്വിലിബ്രിയത്തിലായിരിക്കും. അല്ലെങ്കിൽ ഒരേ ഓർഡറിൽ ഒരു പോയിന്റിലെ 3 ഫോഴ്സസ് ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിനെ ഇങ്ങനെ 3 സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഒരേ ഓർഡറിലുള്ളത്. അതാണ് ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ്. ഇനി പാരലിലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ പാരലിലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് പാരലിലോഗ്രാം ലോ ഓഫ് മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷനും സെയിം തന്നെ. ഇഫ് 2 forces can be represented in magnitude and direction by the sides of a parallelogram drawn from a point like this. P and Q, 2 forces, can be represented as adjacent sides of a parallelogram drawn from a point. Their resultant force is the diagonal of the parallelogram drawn through the same point. R is the resultant of P and Q. അതാണ് പാരലിലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. പാരലിലോഗ്രാം മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷനും പാരലിലോഗ്രാം ലോ ഓഫ് ഫോഴ്സസും വെക്ടർ എന്നുള്ളടത്ത് എന്ത് മാറ്റിയാൽ മതി, ഫോഴ്സ് എന്നാക്കിയാൽ രണ്ടും സെയിം ആവും അല്ലേ. ഇവിടെ ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ സൈഡ് സെയിം ഓർഡറിലാണ്. ട്രയാങ്കുലർ ലോ ഓഫ്
എഡീഷനിൽ മൂന്നാമത്തെ സൈഡ് ഡിഫറെൻ്റ് ഓർഡറിലാണ്, സ്റ്റേറ്റ്മെൻറ്റിൽ അതിനനുസരിച്ച് മാറ്റം വരുന്നു. ഇനി ലാമിസ് തിയറം, മൂന്നാമത്തെ ലോ ഓഫ് ഫോഴ്സ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ്, രണ്ട് പാരലിലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്, മൂന്ന് ലാമിസ് തിയറം. അക്കോർഡിംഗ് ടു ലാമിസ്, സയൻറ്റിസ്റ്റിന്റെ പേരാണ്. അക്കോർഡിംഗ് ടു ലാമിസ്, if three forces acting at a point are in equilibrium, P force, Q force, R force, they are in equilibrium. E point acting at a point are in equilibrium. Then each force is proportional to sine of the angle between other two forces. അപ്പോൾ ഈച്ച് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പി ഫോഴ്സ് എടുത്തു. അതർ ടു ഫോഴ്സസ് ഏതൊക്കെയാണ്? ക്യൂവും ആറും. ഇതിനിടയിലുള്ള ആംഗിൾ ആൽഫയാണെങ്കിൽ പി പ്രപ്പോർഷണൽ ടു സൈൻ ആൽഫ. ക്യൂ ഫോഴ്സ് എടുത്തു. ക്യൂ ഫോഴ്സ്, അതർ ടു ഫോഴ്സസ് ഏതൊക്കെയാണ്? പിയും ആറും. ഈ ആംഗിൾ ഞാൻ ബീറ്റ എന്ന് എടുത്തു. ക്യൂ പ്രപ്പോർഷണൽ ടു സൈൻ ബീറ്റ. ആർ ഫോഴ്സ് എടുത്തു. അതർ ടു ഫോഴ്സസ് ഏതൊക്കെയാണ്? പിയും ക്യൂ. ഇതിനിടയിലുള്ള ആംഗിൾ ഗാമ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആർ പ്രപ്പോർഷണൽ ടു സൈൻ ഗാമ. ഇനി പ്രപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഈക്വൽ ടു ആക്കുകയാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു സൈൻ ആൽഫ, ക്യൂ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു സൈൻ ബീറ്റ, ആർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു സൈൻ gamma, or P divided by sin alpha is equal to Q divided by sin beta is equal to R divided by sin gamma. Constant. This is Lam's theorem. If three forces acting at a point are in equilibrium, each force is proportional to sine of the angle between other two forces. ലാമിസ് തിയറം. ഇനി കൺകറന്റ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ. കൺകറന്റ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഇത് ഫെമിലിയർ ആണ്. കൺകറന്റ് ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് എ നമ്പർ ഓഫ് ഫോഴ്സസ് പാസിംഗ് ത്രൂ എ കോമൺ പോയിന്റ് we call by the name concurrent forces. So here P force and Q force, R force passing through a common point O. So this is an example of concurrent forces. Okay, so these ideas you should be familiar. Simple addition, triangular method of vector addition, parallelogram method of vector addition, what is resultant force, what is equilibrium force, law of forces, triangular forces, law of forces, parallelogram method of forces or parallelogram law of forces, Lam's theorem, what is meant by concurrent force. Okay.